ഇനി ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അതെന്താണ്, ചില ആളുകൾ ഭക്തിയുടെ പേരിൽ ആകാശത്തേക്ക് നോക്കും നമസ്കാരത്തിൽ, അല്ലേ? ആകാശത്തേക്ക് കണ്ണുകൾ പായിക്കുന്നവർ അതും അവസാനിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ആ കണ്ണുകൾ തിരിച്ചു വരാണ്ടിരിക്കട്ടെ, അങ്ങനെ തന്നെ തറച്ചു പോട്ടെ. എന്താണ് ആ ഗൗരവം എന്ന് പറയുന്നത്? നിങ്ങൾ നമസ്കാരത്തിനിടയിൽ ആകാശത്തേക്ക് ദൃഷ്ടി ഉയർത്തുന്നവർ ആ സ്വഭാവം നിർത്തണം. അല്ലെങ്കിൽ ആ കണ്ണുകൾ അങ്ങനെ തറച്ച് നിൽക്കട്ടെ, അങ്ങോട്ട് വരണ്ട ഇനി ആ കണ്ണുകൾ. എന്തുമാത്രം ദേഷ്യവും ഗൗരവമാണ് ആ വാചകത്തിൽ. അപ്പം നമസ്കാരത്തിൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കലൊരു ഭക്തിയല്ല, സുജൂദ് ചെയ്യുന്ന ഭാഗത്തേക്ക്, തൻ്റെ മുൻഭാഗത്തേക്ക് എന്നാ. അപ്പോൾ പ്രവാചകരെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിപ്പോകുന്നല്ലോ സഹാബികൾ പരാതിയുമായി. മിൻ സ്വലാത്തി അഹദിക്കും, അത് ശൈത്താൻ നിങ്ങളെ പിടിച്ചു വലിക്കുക, തട്ടിപ്പറിച്ചെടുക്കുക നിങ്ങളെ നിസ്കാരത്തിന്ന്. ഈ നോട്ടം നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധ കുറേ മായുമല്ലോ. വന്നോനെയും പോയോനെയും അതൊക്കെ കാണുന്നത് കണ്ണു പോണോണ്ടതല്ലേ. അപ്പൊ ഒരാളെ കണ്ടപ്പോഴാണല്ലോ അവനെപ്പറ്റി ആലോചിച്ചതൊക്കെ, അവനോട് പറഞ്ഞത് ആലോചിച്ചതൊക്കെ, എപ്പോഴാണ് വന്നതെന്ന് ആലോചിച്ചതൊക്കെ കാഴ്ച പോയതുകൊണ്ടാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അതുകൊണ്ട് പിശാച് നിങ്ങളെ ശ്രദ്ധ തെറ്റിക്കാൻ ആദ്യം മെനക്കെടുന്നത് നിങ്ങളെ ദൃഷ്ടികൾ പിടിച്ചെടുക്കാനാണ്. അവൻ നിങ്ങളെ നിസ്കാരത്തിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഒരു തട്ടലാണത്. അതുകൊണ്ട് കണ്ണുകൾ ഇവിടെ തന്നെ നിൽക്കണം, ഇവിടെ തന്നെ നിർത്തണം. അപ്പോൾ ഒരു സംശയം, കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആരോ ചോദിച്ചു എന്നോട്, ഇവിടുന്നു കണ്ണുകൾ അടക്കാമോ, കണ്ണുകൾ അടച്ച് നിസ്കരിക്കാൻ പറ്റുമോ? കണ്ണടച്ചിട്ട് അതൊരു ശീലമാക്കിയ ചില മദ്ഹബുകൾ മുസ്ലിം ലോകത്ത് പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഏത്? ഫിഖ്ഹിലെ കർമ്മശാസ്ത്ര മദ്ഹബല്ല, ചില ചിന്താഗതിക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിലുണ്ടായ, അവരിൽ ചില ഒരു ശീലമാണ് നിസ്കരിക്കുമ്പോൾ എപ്പോഴും കണ്ണടച്ചിട്ടേ നിൽക്കൂ. അങ്ങനെയാണെങ്കിൽ അത് പാടില്ല, അങ്ങനെ പാടില്ല. നമസ്കാരത്തിൻ്റെ ഒരു സ്ഥിരം രൂപമായി കണ്ണടച്ചേ നിൽക്കൂ, അങ്ങനെ പാടില്ല. എന്നാൽ എപ്പോഴൊക്കെ ഒരു മനുഷ്യൻ്റെ ഭക്തിയും ശ്രദ്ധയും ഒതുക്കി കിട്ടാൻ ഒന്ന് കണ്ണടക്കേണ്ടി വന്നു കുറച്ച് സമയമെങ്കിൽ അത് കുറ്റകരമല്ല. അല്ലാഹു അലം. അങ്ങനെയാണ് ആ വിഷയത്തെപ്പറ്റി പൂർവികന്മാർ പറഞ്ഞത്. കണ്ണടച്ച് നിസ്കരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു, നിസ്കരിച്ചു. പക്ഷേ എപ്പോഴും അങ്ങനെയാവൂ, അങ്ങനെ ആയി തീരാൻ പാടില്ല. അങ്ങനെ ആയിത്തീരുന്നത് സൂക്ഷിക്കണം. കണ്ണടച്ചില്ലെങ്കിൽ എനിക്ക് ഭക്തി കിട്ടുന്നില്ല, ആ ഒരു കോലത്തിൽ ഞാൻ ആയിപ്പോയി എന്ന് പറയേണ്ടി വരരുത്. നേരെ മറിച്ച് ഒരാൾക്ക് ചില സമയത്ത് ഇതൊന്നും കാണുന്ന കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന അർത്ഥത്തിൽ ഏകാഗ്രതയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്താലോ അത് കുറ്റകരവുമല്ല എന്നാണ്. അപ്പം രണ്ട് വിഷയങ്ങൾ ഞാൻ ഈ റക്കൂവിൻ്റെ കാര്യത്തിൽ അടിവരയിടുന്നു. ഒന്ന്, റുക്കൂവിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തിയിട്ട് വേണം പോവാൻ. മറ്റൊന്ന്, റുക്കൂവിൽ നോക്കേണ്ടത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് റുക്കൂവിൽ നിന്നുള്ള തല ഉയർത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള ഹദീസുകൾ ഇതാണ്. അതിൽ ആദ്യത്തെ ഭാഗം, ഇദാ റഫ റഅസഹു മിനർ റുകൂഇ റഫ കദാലിക. അത് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയാ. റുക്കൂയിലേക്ക് പോയപ്പോൾ കൈകൾ ഉയർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും കൈകൾ ഉയർത്താറുണ്ട്. ഇപ്പം 3 സന്ദർഭമായി. തക്ബീറത്തുൽ ഇഹ്റാമിന് കൈകൾ ഉയർത്തി, റുക്കൂയിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തി, റുക്കൂയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും കൈകൾ ഉയർത്തി. ഇത് നമ്മൾ ചെയ്യാറുണ്ട്, കൈകൾ ഉയർത്തി. ഇനി എങ്ങനെയാണിത്? കാന ഇദാ റഫ റഅസഹു മിനർ റുകൂഇ ഇസ്തവ ഹത്താ യഊദ കുല്ലു ഫഖാരിൻ മകാനഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വന്നാൽ, തിരിച്ചു വന്നാൽ ഇസ്തവ, നേരെ നിൽക്കും. എത്രത്തോളം? ഹത്താ യഊദ കുല്ലു ഫഖാരിൻ മകാനഹു, ഓരോ മുതുകല്ലും അതിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത് വരെ. മനസ്സിലായില്ല? ഓരോ മുതുകല്ലും. ഫഖാർ എന്ന ഒരു അറബി വാക്കുണ്ട്. നമ്മൾ ഫക്കീർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ല നിങ്ങൾ? ഫക്കീർ, ദരിദ്രൻ. ആ വാക്കിൻ്റെ ഒക്കെ ബന്ധം അതേ വാക്ക് തന്നെ, അതിൻ്റെ മറ്റൊരു രൂപം. ഫഖറ എന്ന അറബി വാക്കിന് അർത്ഥം എന്താ? നിങ്ങൾ മുതുകല്ലിന് മുറിവ് പറ്റുന്നതിനാ പറയാം. ഈ നട്ടെല്ലിന് മുറിവ് പറ്റിയാൽ മാത്രമാണ് ഫഖറ എന്ന് പറയാം. അപ്പം അറബി ഭാഷയിൽ ഫഖാർ എന്ന് പറയുന്ന വാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. എല്ലുകൾ, സന്ധികൾ എന്നൊന്നും അർത്ഥമല്ല, മുതുകല്ല് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മുതുകല്ല്. നിങ്ങൾ ശ്രദ്ധിക്കുക, സഹാബികൾ ഉപയോഗിച്ചു തന്ന പദങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചിട്ടാണ്. സുജൂദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റുക്കൂയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് വന്നാൽ എങ്ങനെ? ഇസ്തവ, നേരെ നിൽക്കും. എത്രത്തോളം? ഹത്താ യഊദ കുല്ലു ഫഖാരിൻ മകാനഹു, തൻ്റെ മുതുകല്ലിൻ്റെ ഓരോ അസ്ഥികളും പഴയ സ്ഥാനത്താകുന്നവരെ. മുതുകല്ലിൻ്റെ അസ്ഥികൾ മാത്രം, വേറെ അസ്ഥികളൊന്നുമില്ല, മുതുകല്ലിൻ്റെ അസ്ഥികൾ പഴയ സ്ഥാനത്തെത്തുന്നത് വരെ. ഇനി എന്താണ് ഇഅ്തിദാലിനെ പറ്റിയുള്ളത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർഫഉ സുൽബഹു മിനർ റുകൂഇ ഖായിലൻ സമിയല്ലാഹു ലിമൻ ഹമിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുതുക് ഉയർത്താറ് സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ടാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറയാറുണ്ട്? സമി അല്ലാഹു ലിമൻ ഹമിദ വഖാന യഖൂലു റബ്ബനാ ലക്കൽ ഹംദു വഹുവ ഖായിമുൻ, നിന്നുകൊണ്ട് റബ്ബനാ ലക്കൽ ഹംദു എന്നും പറയാറുണ്ട്. ഞാൻ നിസ്കരിക്കും പോലെ നിസ്കരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വാചകം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തല പൊന്തിക്കുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയും, തല നിന്ന് കഴിഞ്ഞാലോ റബ്ബനാ ലക്കൽ ഹംദു എന്ന് പറയുകയും ചെയ്യും. ശരി, അപ്പോൾ ഒരു സംശയം, ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇദാ ഖാലൽ ഇമാമു സമി അല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു റബ്ബനാ വലക്കൽ ഹംദ്. ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയണം എന്നൊരു ഹദീസ് ഉണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയണമല്ലോ. അങ്ങനെ വന്നാൽ എന്താ അർത്ഥം മനസ്സിലാവുക? ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ പറയാ, നിങ്ങളൊക്കെ റബ്ബനാ ലക്കൽ ഹംദു എന്ന് പറയാന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹദീസ് ഒന്ന് മുന്നിൽ വെച്ച് പഠിച്ചാൽ മനസ്സിലാവും, ഇത് ഇമാമും മൗമൂമും എന്തു പറയണമെന്ന് വിശദീകരിക്കാനുള്ള ഹദീസേ അല്ല. പകരം മൗമൂമുകൾ തഹ്മീദ് ചെയ്യേണ്ടത് ഇമാമിൻ്റെ തസ്മിയന് ശേഷമാണെന്നാണ്. നിങ്ങൾ എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. തസ്മിയ എന്ന് പറഞ്ഞാൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാം. തഹ്മീദ് എന്ന് പറഞ്ഞാൽ റബ്ബനാ ലക്കൽ ഹംദു. മൗമൂമുകൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയേണ്ടത് ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞതിന് ശേഷമേ ആകാവൂ. അതിൻ്റെ മുന്നിലേക്ക് എത്തരുതേ, ഇമാമിനോടൊപ്പം വരാൻ പാടില്ല, പിറകിൽ മാത്രമേ വന്നുകൂടൂ. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ പലപ്പോഴും നാം പ്രചാരത്തിൽ കണ്ടൊരു സമ്പ്രദായമുണ്ട്. എന്താണ് ആ സമ്പ്രദായം? ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ പറയാം, മൗമൂമുകൾ റബ്ബനാ ലക്കൽ ഹംദു മാത്രം പറയാ. അതത്ര ശരിയാണോ? അല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബനാ ലക്കൽ ഹംദു മാത്രം പറഞ്ഞോ, അതോ സമി അല്ലാഹു ലിമൻ ഹമിദ മാത്രം പറഞ്ഞോ, അതോ രണ്ടും പറഞ്ഞോ? ഞാൻ നേരത്തെ ഓതി തന്നു നിങ്ങൾക്ക്, നബി രണ്ടും പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം നിസ്കരിക്കേണ്ടത് നബി പറഞ്ഞ മാതിരിയാണോ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും പറയണം. എന്ത് പറയണം? സമി അല്ലാഹു ലിമൻ ഹമിദ എന്നും പറയണം. നല്ല ബോധത്തോടെ ഞാൻ സംസാരിക്കണേ, നല്ല എൻ്റെ പേരിന്നതാന്ന് എനിക്ക് ഉറപ്പുള്ള മാതിരി ഈ വിഷയം എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊരു വമ്പത്തരൊന്നുമല്ല, മനസ്സമാധാനം, എൻ്റെ മനോധൈര്യം ഞാൻ ഈ പറഞ്ഞത്. റബ്ബനാ ലക്കൽ ഹംദു എന്ന് ഇമാം പറയണം, മൗമൂം പറയണം. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാമും പറയണം, മൗമൂം പറയണം. സമാനമായ വല്ല വാക്കും പറയാം. ഇദാ ഖാലൽ ഇമാമു വലദ്ദാല്ലീൻ ഫഖൂലു ആമീൻ. വേറൊരു ഹദീസ് വളരെ സാദൃശ്യമുള്ളത്. ഇമാം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ എന്ന് പറയുക. ഇമാം മാത്രം വലദ്ദാല്ലീൻ പറഞ്ഞാൽ മതിയോ? നിങ്ങളാരും പറയണ്ടേ? ഒരു ഹദീസാണ്. ഇമാം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ ആമീൻ പറയേണ്ടത് ഇമാമിൻ്റെ വലദ്ദാല്ലീന് ശേഷമാണ്. അതാണ് എൻ്റെ അർത്ഥം. അല്ലാതെ ഇമാമു മാത്രം വലദ്ദാല്ലീൻ, ഇമാമു വലദ്ദാല്ലീൻ എന്ന് പറയാൻ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക, നിങ്ങളെല്ലാവരും കൂടി ആമീൻ പറയാൻ. അങ്ങനെയല്ല, നിങ്ങളും പറയണം വലദ്ദാല്ലീൻ, നിങ്ങളും പറയണം ആമീൻ. അതേപോലത്തെ ഒരു ഹദീസാണ്.